വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറുമെന്ന സൂചന നൽകിയ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ജനസമൂഹത്തിന്റെ ശബ്ദം UDF കേൾക്കുമെന്ന് തന്നെയാണ് തന്റെ വിശ്വാസമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. വിഷയം UDFൽ തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും സ്പീക്കർ ഓർമ്മപ്പെടുത്തി. നല്ല ബക്കറ്റ് വെള്ളം വെച്ചിട്ട് എന്തിനാ ഒരു തുള്ളി വിഷം ഒഴിക്കുന്നു? നമുക്ക് എല്ലാം ഭംഗിയായി പോകുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ്. ആ ശ്രമത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ നന്മയ്ക്ക് വേണ്ടി നിൽക്കാം. കിഴക്കോട്ട് തിരിഞ്ഞാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ നോട്ടവും കിഴക്കോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കാം. നമ്മൾ ഇതിനകത്ത് മറ്റ് ചില സൈഡ് ലൈറ്റ്സൊക്കെ വരാം, അതൊന്നും ഞാനില്ല എന്ന് പറയുന്നില്ല. പക്ഷേ അതിനെ കൂടി ഒഴിവാക്കാനായിട്ടൊരു പുതിയ മാസ് മൂവ്മെൻ്റ് അല്ലേ കേരളത്തിൽ ഒറിജിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മൂവ്മെൻറ്റിനോടൊപ്പം നമ്മൾ നിൽക്കുകയാണ്. UDF തീരുമാനിക്കും എന്ന് ഇവിടെ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കമൻസും UDF തീരുമാനിക്കും എന്നുള്ള നിലയിലാണ്. ഈ ജനസമൂഹത്തിൻ്റെ ശബ്ദം UDF കേൾക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ടോബി ജോൺസൺ ഉണ്ട് കോട്ടയത്ത് നിന്ന്. ടോബി, എന്താണ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞതിൻ്റെ പൊരുൾ? പ്രധാനമായിട്ടും ഇന്ന് ലഹരിയുമായി ബന്ധപ്പെട്ട് തൂഫാനുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് അദ്ദേഹം ഈ ഒരു നിലപാട് കൂടി പറഞ്ഞത്. ലഹരിക്കെതിരെയുള്ള പോരാട്ടമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വലിയ രീതിയിൽ അത് മുന്നോട്ട് പോകുന്നുമുണ്ട്. ആ കൂട്ടത്തിലാണ് ഈ വിഷയം കൂടി തള്ളിക്കളയാൻ സാധിക്കില്ല. ജനങ്ങളുടെ ശബ്ദം UDF കേൾക്കും എന്നുള്ളൊരു നിലപാടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കാരണം മുഖ്യമന്ത്രി തന്നെ സഭയിൽ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. UDF ചർച്ച ചെയ്ത് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ശബ്ദം കൂടി കേട്ട് അതിനനുസരിച്ചുള്ള ഒരു തീരുമാനം എടുക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.